നമസ്കാരം. രാഹുൽ ഗാന്ധി രണ്ടിടത്ത് മത്സരിച്ചപ്പോ രണ്ടിടത്തും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. വയനാടാണ് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അപ്പോ ഒരു സീറ്റ് എന്തായാലും ഒഴിയേണ്ട ഒരവസ്ഥ വരുമല്ലോ ശരിക്കും. അപ്പോ വയനാട്ടിൽ ഇനി ആര് എന്ന ചോദ്യത്തിന് ശരിക്കും ഉത്തരം തേടേണ്ടതുണ്ട്. വിനോട്ടാ, വയനാട്ടിൽ താങ്കളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? വയനാടിനെ കൈയൊഴിയുക എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ രണ്ടിലൊന്നേ നിലനിർത്താൻ കഴിയൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ലഭിച്ച വൻ ഭൂരിപക്ഷത്തിന് ലഭിച്ച റായ്ബറേലി സീറ്റ് നിലനിർത്താനാണ് സാധ്യത എന്നാണ് രാഷ്ട്രീയമായി പരിശോധിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് അതായത് എപ്പോഴും നല്ല സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് എപ്പോഴും ഒഴിവാക്കുകയായിരിക്കും നല്ലത്. സേഫ് ആയിട്ടുള്ള അത് വയനാട് തന്നെയാണ്. പ്രത്യേകിച്ച് റായ്ബറേലിയും സേഫ് സീറ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരി റായ്ബറേലി അല്ലെങ്കിൽ അമേഠി എന്നൊക്കെ പറയുന്നത് നെഹ്റു കുടുംബത്തിന്റെ, ഗാന്ധി കുടുംബത്തിന്റെ അവരുടെ തട്ടകം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അത് അവർ നിലനിർത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെയുള്ള സീറ്റുകൾ നിലനിർത്തുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സീറ്റ് ആയതുകൊണ്ടാണ് റായ്ബറേലി അദ്ദേഹം ഹോൾഡ് ചെയ്യുകയും വയനാട്ടിൽ നിന്ന് അദ്ദേഹം ഒഴിയുകയും ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ വരുന്നത്. പക്ഷേ അത് തീർച്ചയായും മറ്റൊരു സാധ്യത തുറന്നിടുന്നുണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. വയനാട് ഒരു ഷുവർ സീറ്റാണ്. അവിടെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരാളെ മത്സരിപ്പിക്കണം എന്നുള്ള ചർച്ചയാണ് രൂപപ്പെട്ടു വരുന്നത്. അതിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് പ്രിയങ്ക ഗാന്ധിയുടേതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്ക് വരാൻ അവർ തയ്യാറായില്ല. ഞാൻ മത്സര രംഗത്തേക്കില്ല എന്നാണ് പറഞ്ഞത്. അമേഠിയിൽ പോലും അവർക്ക് മത്സരിക്കാൻ എനിക്ക് തോന്നുന്നു അത് പ്രിയങ്ക ഗാന്ധിയെ മനഃപൂർവ്വം മാറ്റി നിർത്താൻ സാധ്യത ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് വയനാടും രണ്ട് സ്ഥലത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിയേണ്ടി വരും എന്നുള്ള സാഹചര്യം അവർക്ക് കണക്കൂട്ടൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു സീറ്റിൽ രാഹുൽ ഗാന്ധി ഒഴിയുന്ന സമയം വന്നു കഴിഞ്ഞാൽ പ്രിയങ്കനെ എൻട്രി ചെയ്യിപ്പിക്കാം. അത് നല്ല സേഫ് ആയുള്ള സീറ്റ് ശരിക്കും പ്രിയങ്കക്ക് കൊടുക്കാമെന്നല്ലോ. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് പ്രിയങ്കയോട് അപരിചിതത്വമില്ല, പ്രിയങ്കയ്ക്ക് വയനാടിനും അപരിചിതത്വമില്ല. വൈകാരികമായി ബന്ധപ്പെട്ട് നമുക്ക് വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കാണാൻ കഴിയും വല്ലാത്ത രീതിയിലേക്ക് പ്രിയങ്കനെ വരവേൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അതേപോലെ തന്നെ പ്രിയങ്കനെ വരവേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അത്ര വൈകാരികമായ അടുപ്പും പ്രിയങ്ക ഗാന്ധി ഈ കാലയളവിൽ വയനാട് കാര്യം ഇത് സംസാരിക്കുമ്പോൾ വേറൊരു വിഷയമാണ് സംസാരിക്കേണ്ടതുണ്ട്. വയനാട്ടില് ഇപ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് വളരെ മോശമായ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറയുന്ന സാധനം കണക്ക് തെറ്റി. അതെ അതൊക്കെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമല്ലോ. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കുറെ വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിൽ കുറെ വോട്ടുകൾ ഇപ്പോഴും വന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി വരണം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുവിലുള്ള ജനങ്ങളുടെയും വയനാട്ടിലെ പ്രത്യേകിച്ച് ജനവിഭാഗങ്ങളുടെയും ഒക്കെ വലിയ ആഗ്രഹമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ എല്ലാ നേതാക്കന്മാരുടെയും നാവിൽ തങ്ങളുടെ നാട്, തങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ പേര് വരിക എന്ന് പറയുന്നത്, ദേശീയ തലത്തിൽ തന്നെ ആ മണ്ഡലം ശ്രദ്ധേയമാവുക എന്ന് പറയുന്നത് ഏത് വോട്ടറെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി UDFന്റെ ഒരു ഷുവർ ബെറ്റ് ആയിട്ടുള്ള മണ്ഡലമാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിന് അതീതമായി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവിനോടുള്ള വൈകാരികമായ അടുപ്പം ആ മണ്ഡലം സൂക്ഷിക്കുന്നുണ്ട്. അത് വലിയ തോതിൽ നഷ്ടം വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പും കാണിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വയനാട് എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിലേക്ക് വോട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതോടൊപ്പം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിൽ സ്വാധീനം ചെലുത്താവുന്ന, വലിയ തോതിൽ അവർക്ക് പിന്നെ വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു നിയോജക മണ്ഡലം. അതിനപ്പുറത്തേക്ക് സംസാരിക്കുവാണെങ്കിൽ എന്തായാലും നമ്മുടെ ഒരു കാഴ്ചപ്പാട് വെച്ച് വയനാട് സീറ്റ് ഒഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് മിക്കവാറും പ്ലാൻ ചെയ്യുക. കാര്യം അത് ഒരുപാട് സേഫ് സോണിൽ നിൽക്കുന്ന ഒരു സ്ഥലമായത് കാരണം. അതെ കാര്യം അതിൽ അസ്വാഭാവികമായി ഒന്നും തോന്നേണ്ടതില്ല. രണ്ടാമത്തെ ഒരു വിഷയം, ഇത്തരം രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഇനി എല്ലാവരും പറഞ്ഞ് കളിയാക്കുന്ന രീതി അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്ന രീതിയിൽ അടുത്തോണ്ടിരിക്കുകയാണ് ശരിക്കും അല്ലേ? പറയാൻ കഴിയില്ല. അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഒരു പ്രധാനമന്ത്രി ആവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല. എല്ലാവരും പപ്പു എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച ആ പപ്പുവാണ്. 44 സീറ്റിൽ നിന്ന് 52 സീറ്റിലേക്ക് വന്നു. 52 സീറ്റിൽ നിന്ന് അതിന്റെ ഇരട്ടിയായി 100-ലധികം സീറ്റുകളിലേക്ക് ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ കോൺഗ്രസിന്. അത് തീർച്ചയായും ആരാണ് കാരണക്കാരൻ എന്ന് ചോദിച്ചാൽ അതിന് കാരണക്കാരൻ രാഹുൽ ഗാന്ധി തന്നെയാണ്. അപ്പോ എന്തായാലും
വയനാട്ടിലെ സ്ഥിതി എന്തായാലും സീറ്റ് ഒഴിഞ്ഞ് പ്രത്യേകിച്ച് വേറെ കാര്യം പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അതേപോലെ തന്നെ മുൻപ് പറഞ്ഞാണ് അതേപോലെ തന്നെ സ്വീകാര്യത ശരിക്കും പ്രിയങ്ക ഗാന്ധി വന്നാലും പുഷ്പം പോലെ അവിടെ ജയിച്ചു പോകുന്ന സാഹചര്യം ഇപ്പൊ റായ്ബറേലിയിൽ ശരിക്കും നടക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഷുവർ സീറ്റ് ആണെന്ന് പറയപ്പെടുമ്പോഴും ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്ന സ്ഥലം വയനാട് തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇപ്പൊ നേരത്തെ സോണിയാഗാന്ധി നേടിയതിനേക്കാൾ ഇരട്ടിയോളം ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു റായ്ബറേലിയിൽ. അതെ. അപ്പൊ അപ്പോ വയനാട്ടുകാര് പ്രിയങ്കയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തോളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ. അപ്പോ നന്ദി, നമസ്കാരം.